അതിന് നന്ദി പറയേണ്ട സുബേർക്കാടാ. കൃത്യസമയത്തല്ലേ എത്തണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്കിങ്ങനെ എന്നും ഒളിച്ചിരുന്ന പോരല്ലോ. സത്യം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ? പോലീസ് ഒരിക്കലും വിഷ്ണുവേട്ടൻ നിരപരാധിയായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് ചന്ദ്രബോസിന്റെ പോലീസ്. അറിയാടോ, അവനെനിക്ക് കെണിയൊരുക്കി ലോകം മുഴുവൻ ഓടി നടക്കുക. ഇനി പുറത്തു വരാത്ത വിധം അവൻ എന്നെ പൂട്ടുകയും ചെയ്യും. ലോറിയിൽ ആരാ നിങ്ങളറിയാതെ സ്പിരിറ്റ് വെച്ചെന്ന് കണ്ടുപിടിക്കാതെ ഈ കേസിൽ നിന്ന് ഒഴിയാനാവില്ല. പോലീസ് എന്തായാലും കണ്ടുപിടിക്കില്ല. പിന്നെയുള്ള ഏക വഴി നമ്മൾ പോലീസ് ആവുക എന്നുള്ളത് മാത്ര. താനെന്താ പറഞ്ഞു വരുന്നു? അന്നേ ദിവസം ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത്, അവിടെ നിന്നും ഒരു പുതിയ യാത്ര നമുക്ക് ആരംഭിക്കണം. ഫ്രൂട്ട്സ് വെച്ച ലോറി വേണ്ട, പകരം മറ്റൊരു വാഹനത്തിൽ നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങണം. എവിടെയൊക്കെ നിർത്തി എവിടെയൊക്കെ സമയം ചെലവഴിച്ചു എന്നിങ്ങനെ കൃത്യമായി അളന്നു കുറിച്ചുള്ള ഒരു യാത്ര. എന്റെ മനസ്സ് പറയുന്നു, ആ ഒരു യാത്രയിൽ നമുക്ക് കണ്ടെത്താനാവും സ്പിരിറ്റ് വണ്ടിയിൽ കയറിയ വഴി. എങ്കിൽ പിന്നെ കമലം കൂടി ഇറങ്ങണം. എവിടെയൊക്കെ നിർത്തിയെന്നും ആരോടൊക്കെ സംസാരിച്ചെന്നും കൃത്യമായിട്ട് അറിയുന്ന അവന് മാത്രമാണ്. കമലിനെ ഇറക്കാനുള്ള വഴി കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ ഇറങ്ങും. നമ്മൾ 3 പേരും കൂടി ഒരിക്കൽ കൂടി ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കണം. സംശയം തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം നിർത്താം. പോരുന്ന വഴികളിലൊക്കെയുള്ള CCTV ഫുട്ടേജും പരിശോധിക്കാം. എന്റെ മനസ്സ് പറയുന്നു, ആ വഴികളിൽ എവിടെയോ വിഷ്ണുവേട്ടനെ കുടുക്കിയ ആ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ ഈശ്വരൻ നമുക്കത് കാണിച്ചു തരും. എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല ശാലിനി. തിരിച്ചുവരവ് തന്നെയാ. ചന്ദ്രബോസെ, എന്റെ വിഷ്ണുവേട്ടനല്ല ഇത് ചെയ്തെന്ന് ഞാൻ തെളിയിക്കും. ഈ കമലനെ വെച്ച് ഞാൻ തെളിയിക്കും. തെളിയിച്ചോ? പക്ഷേ അതുവരെ പന്ത് ചന്ദ്രബോസിന്റെ കോട്ടില. ഏതൊക്കെ രീതി പന്തോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ മതിയാക്കണം. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നാളെ വരാം. എപ്പോഴാ അവരിവിടെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് നമുക്കങ്ങ് ദിനേരിയാക്കാണോ? ഇങ്ങതാണോ സാർ? മേഡം, ആഭരണവും കൊണ്ടാ ഞാൻ വന്നതേ. പക്ഷേ അത് അണിയിക്കാനുള്ള കൈ എനിക്ക് കിട്ടിയില്ല. എന്ന് വെച്ച് ഞാൻ നിരാശനാകുന്നില്ല. പോകുന്നതിനേക്കാൾ ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അപ്പോഴും എന്റെ കയ്യിൽ ഈ വിലങ്ങുണ്ടാവും. ആ വിലങ്ങ് വീഴേണ്ട കൈകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ ചന്ദ്രബോസ. സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ആ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥനെ തിരക്കി പിടിച്ച് നടക്കണ്ട. നമുക്ക് കാണാം. കാണാം. എന്താ ഈ ഹോട്ടലിൽ വന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു പോണോ? നീ ഇവിടേക്ക് വരണമെന്നേ എനിക്കില്ല. അപ്പൊ പിന്നെ പോയാലെന്ത് വന്നാലെന്ത്? ആ എവിടെ കേറി പോകുന്നു? ഇതെന്താ സത്രോ? നിനക്ക് തോന്നുമ്പോ പോകാനും വരാനും. രോഹിത്തെ,
ശ്യാമയെ തടയണ്ട. ഛേ, അവളകത്തേക്ക് കയറട്ടെ. വേണ്ട സുസ്മിതേ, ഇവളൊക്കെ ഇനി ഇവിടെ വേണ്ട. ഇവളുടെ അമ്മയുടെ കൂടെ തന്നെ ജീവിക്കട്ടെ. അതാകുമ്പോ ഇവൾക്ക് ഇവിടെ പുന്നാരെ കുഞ്ഞേച്ചിയെ കണ്ടോണ്ടിരിക്കാമല്ലോ അവിടെ. രോഹിത്, മൂക്ക് പനി കുറവില്ല, ഡോക്ടറെ ഒന്നുകൂടി കാണിക്കേണ്ടി വരും. അതെന്താടി, നിന്റെ കളക്ടറേറ്റിയുടെ വാഹനത്തിലെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റൂലേ? ഓ, അതവരുടെ ഔദ്യോഗിക വാഹനമാണല്ലോ, അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലല്ലോ. ഓ, രോഹിത് ഇവിടെ പാവം എന്തിനും തയ്യാറായി നിൽക്കുകയാണല്ലോ. ചവിട്ടാനും മെതിക്കാനും തല്ല് കൊള്ളാനും എല്ലാത്തിനും. നീ ഒന്നോർത്തോ, ഈ കാണിക്കുന്ന അഹങ്കാരത്തിനെല്ലാം നീ നിന്റെ വീട്ടുകാരും അനുഭവിക്കും. ഇവിടേക്ക് വന്നത് എന്റെ തെറ്റാ. എന്റെ മോളുടെ 1-2 ഡ്രസ്സ് കൂടി എടുക്കാനുണ്ട്. അതെടുത്തിട്ട് ഞങ്ങളങ്ങ് പോയി തന്നേക്കാം, പോരെ? രോഹിത് ജീവിക്കുകയും മരിക്കുക എന്താന്ന് വെച്ചാ ചെയ്തോ. മോള് വാ.